Hello, hi, it's me, Mr. Creator, and welcome to 50 Days of Indian Dropshipping. എൻ്റെ കോലം കണ്ടിട്ട് ചാനൽ മാറിയോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊന്നും മാറിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്തതാണ്, അതിൻ്റെ ഒരു അവസ്ഥയാണ്. എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വിന്നിങ് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോർ നമ്മളിതുവരെ അവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി സെറ്റപ്പ് കാര്യങ്ങളും ചെയ്തിട്ടില്ല, തീം കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ലോഗോ ഡിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് കവർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് സെറ്റപ്പ് മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള പ്രൊഡക്റ്റ് പേജിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലേക്ക് വരുന്നുണ്ടാവാം. ഹോം പേജ് കാര്യങ്ങളായിരിക്കും ഇതിൽ സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ലോഗോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ എങ്ങനെയാണ്, എന്ത് ടൂളാണ് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് പേര് തിരഞ്ഞെടുത്താലും ആ പേരിനനുസരിച്ച് ഇനി ലോഗോ നമുക്ക് വേണം. അപ്പോൾ ഈ ലോഗോൻ്റെ കേസിൽ നമ്മുടെ വെബ്സൈറ്റിന് ആവശ്യമായ തരത്തിൽ മൂന്ന് വേരിയൻസാണ് ലോഗോന് ആവശ്യമുള്ളത്. ഒന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ വേർഷൻ ലോഗോ. ആ ലോഗോ ആയിരിക്കും സോഷ്യൽ മീഡിയസിലും മറ്റേലും ഒക്കെ നമ്മൾ ഡി പിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കാൻ പോകുന്ന ലോഗോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വേർഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലെവൽ ലോഗോ പറയണം. ഈ ഹൊറിസോണ്ടൽ ലെവൽ ലോഗോ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങളിലൊക്കെ പ്ലേസ് ചെയ്യുക. അപ്പോൾ അത് വെബ്സൈറ്റിൽ കാര്യങ്ങൾ, കാരണം സ്ക്വയർ ലോഗോ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ സ്പേസിങ് ഭയങ്കര എടുക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ലോഗോയാണ് വെബ്സൈറ്റുകളിലൊക്കെ മെയിനായിട്ട് പ്രിഫർ ചെയ്യുക. അപ്പോൾ ആ ഒരു ലോഗോ കൂടി ഉണ്ടാക്കണം. പിന്നെ മൂന്നാമത് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു ഫേവ് ഐക്കണാണ്. ഈ ഫേവ് ഐക്കൺ എന്ന് പറഞ്ഞാൽ ഈ എക്സാമ്പിൾ വെച്ചാൽ നമ്മൾ ഈ സ്റ്റോറിൽ കണ്ടു, ഷോപ്പിഫൈൻ്റെ ഈ സ്റ്റോറിൻ്റെ മുകളിൽ ചെറിയൊരു ഐക്കൺ കണ്ടോ, എസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിനുള്ളിൽ അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത പേജിൽ കണ്ടോ ഒരു ബട്ടർഫ്ലൈൻ്റെ ചിഹ്നം, അതേപോലെ തന്നെ റോബോസോൻ്റെ കേസിൽ കണ്ടോ ഒരു വട്ടത്തിനുള്ളിലുള്ള ചിഹ്നം. ഈ സാധനത്തിനെയാണ് ഫേവ് ഐക്കൺ. ഒരു ടാബ് ഒരു പേജ് ഓപ്പൺ ആകുമ്പോൾ ആ ടാബിൻ്റെ കൂടെ കാണുന്ന ഒരു ഐക്കണിനെയാണ് ഫേവ് ഐക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാവും ആദ്യം നമുക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, canva.com എന്ന് പറഞ്ഞ സംഭവമാണ്. canva.com അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൂളാണ്. ഞാനിതിൻ്റെ എനിക്ക് ആൾറെഡി ഒരു അക്കൗണ്ട്, ഞാൻ ലോഗിൻ ചെയ്തിട്ട് ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ canva.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ മിക്കവാറും ലോഗോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ലോഗോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ എവിടെ നിന്നാണ് കളർ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ഫ്രീ അക്കൗണ്ടും നമുക്ക് ഉപയോഗിച്ചിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പ്രീമിയം അക്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ എടുക്കാവുന്നതാണ്. പ്രീമിയം അക്കൗണ്ട് എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഫർദർ ആയിട്ടുള്ള ബാക്കിയുള്ള പോസ്റ്റേഴ്സ് ഡിസൈൻ പ്രൊഡക്റ്റിൻ്റെ ബേസിലുള്ള ഫോട്ടോസ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈൻ ബേസ്ഡ് ബാക്കിയുള്ളവർക്ക് ഫോട്ടോഷോപ്പ് കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ കേസിൽ വെച്ചാൽ ഞാനൊരു ഡിസൈനർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടി ബാക്കിയുള്ളവർക്ക് സാധാരണക്കാർക്ക് ഒരു ഡിസൈൻ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വേറൊരാളെ ഹയർ ചെയ്യാനേക്കാട്ട് കുറച്ചും കൂടി എളുപ്പമാണ് ക്യാൻവ പോലത്തുള്ള വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാൻവയാണ് നമ്മളിപ്പോൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന ലോഗോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, canva.com പോവുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ സാധനം ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ വെറൈറ്റി ഓപ്ഷൻസ് കാണാം. ഇത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ കുറച്ചും കൂടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഗോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ലോഗോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ എന്ത് പേരാണ് തിരഞ്ഞെടുത്തിരുന്നത് അതിനനുസരിച്ചുള്ള ലോഗോയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ എടുത്തിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ഷോപ്പ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റിൻ്റെ പേരാണ്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ കാര്യങ്ങളൊക്കെ പർച്ചേസിന് എങ്ങനെയാണെന്ന് ഞാൻ പർച്ചേസ് ആസ് സിമ്പിൾ നിങ്ങൾ ചെയ്യാവുന്ന ഗൂഗിൾ വഴിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആൾറെഡി ഡൊമൈൻ പർച്ചേസ്ഡ് ആണ്. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ലോഗോ കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിസൈൻസ് പറഞ്ഞ സെക്ഷനിൽ ടെംപ്ലേറ്റ്സ് കുറേ കിട്ടും. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിഹ്നം കണ്ടു, എഡ്യൂ എന്ന് പറഞ്ഞ കാണാൻ, ആ ചിഹ്നമുള്ളതൊക്കെ പ്രീമിയം വേർഷനാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ക്യാൻവ പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസൊക്കെ ആണെങ്കിൽ ഫ്രീ വേർഷൻസ്. അപ്പോൾ ഈ ഫ്രീ വേർഷൻസ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് പ്രീമിയം ഉണ്ടെങ്കിൽ പ്രീമിയം ഉപയോഗിക്കാം, അല്ലാത്ത പക്ഷം ഫ്രീ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നം ഇതിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ലോഗോ കുറേ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം പറയുന്നത് ഒന്നെങ്കിൽ e-commerce അല്ലെങ്കിൽ ഷോപ്പ് എന്നാണ്. അപ്പോൾ ഞാൻ ഷോപ്പ് എന്ന് പറഞ്ഞ സാധനം സെർച്ച് ചെയ്യണം. ഷോപ്പിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറേ വേർഷൻസ് കണ്ടോ, കുറേ ലോഗോ വേർഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്യാച്ചി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലോഗോ നമ്മൾ ചൂസ് ചെയ്യാം. ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലോഗോ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഷോപ്പ് ഫോർ ലൈഫാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഇത് ആദ്യം ടൂൾ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് മെയിൻ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ക്യാൻവയ്ക്ക് ആവശ്യമായ എല്ലാ ടെക്സ്റ്റ് എലമെൻറ്റ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യാനും ടെക്സ്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യാനും അതേപോലെ ഇമേജസ് അപ്ലോഡ് ചെയ്ത് അത് കണക്ട് ചെയ്യാനും ടൂൾസ് പറയുന്നത് വേറെ ടൂൾസ് കണക്ട് ചെയ്യാനും പ്രൊജക്റ്റ് പോലെ മാനേജ് ചെയ്യാനും ആപ്സ് കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യാനും ഒക്കെ ഈ ഒരു ടാബ് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇത് വേറൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിൽ കമൻറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ അൺഡു റീഡോ എന്ന് പറഞ്ഞ ബട്ടൺ, ഇവിടെ ക്ലൗഡിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇവിടെ നമ്മൾ അതിന് പേരിടാൻ ഈ ഒരു ക്യാൻവാസിൻ്റെ പേരിടാനുള്ള ഓപ്ഷൻ, ഇത് വേറെ ആർക്കും ഷെയർ ചെയ്യാൻ ഈ ഭാഗത്താണ് നമ്മൾ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ വരിക. ഷെയർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ
നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ടീച്ചർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, LMS പറഞ്ഞാൽ മറ്റൊരു ഇതാണ്, അതുപോലെ ഗൂഗിൾ ക്ലാസ് റൂം ഷെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ ഡൗൺലോഡ്. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെച്ചാൽ ഈ ഷെയറിൻ്റെ ഭാഗത്താണ് ഡൗൺലോഡ് വരുന്നത്. ഇതാണ് നമ്മുടെ ക്യാൻവാസ് കാര്യങ്ങൾ. ഈ ക്യാൻവാസിനുള്ളിലായിരിക്കും നമ്മൾ മാക്സിമം എഡിറ്റ് ചെയ്യുക. അപ്പോൾ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് കൊണ്ടുവരാമെങ്കിലും ഇവിടെ നമ്മളിപ്പോൾ എനിക്ക് ഈ ഒരു ഫോണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ ലോഗോ ഇഷ്ടപ്പെടും, നമ്മൾ ജസ്റ്റ് ഇതിൽ എന്താ ചെയ്യുക, ഷോപ്പ് ഫോർ ലൈഫ് എന്ന് പേര് എഴുതിയിട്ട് നമ്മൾ അപ്പോൾ ഉണ്ട് ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് കറക്റ്റ് അറേഞ്ച് ആവും. ഇത് നമ്മൾ സെൻട്രൽ ലൈൻ ചെയ്യുക. ഇത് കുറച്ചും കൂടി ഒന്ന് മൊത്തത്തിലൊന്ന് ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. ഈ സാധനം ഓരോന്നോരോന്ന് നീക്കി കഴിഞ്ഞാൽ അങ്ങനെ നീങ്ങിപ്പോകും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്യുക, കമാൻഡ് G അല്ലെങ്കിൽ കൺട്രോൾ G അടിച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ആവും. എന്നിട്ട് ഈ രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് ഇതും ഒരു കമാൻഡ് G അല്ലെങ്കിൽ കൺട്രോൾ G ഉപയോഗിച്ചിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അലൈൻ ടു പേജ് ചെയ്യുക, സെൻറ്റർ ചെയ്യുക, വീണ്ടും ലെഫ്റ്റ് ക്ലിക്ക് അലൈൻ ടു പേജ് ചെയ്യുക, മിഡിൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിനെ സെൻട്രലായിട്ട് ഇപ്പോൾ ഷോപ്പ് ഇത് നമ്മുടെ ഒരു ഹോറിസോണ്ടൽ ലോഗോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഒരു സ്ക്വയർ ലോഗാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സാധനം ക്ലിക്ക് ചെയ്യുക, ഈ ടാബ് ക്ലിക്ക് ചെയ്യുക, അതിന് ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞ സംഭവമാണ്. ഡ്യൂപ്ലിക്കേറ്റ് പേജ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ സാധനം ഓപ്പൺ ആവും. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയാവും കാണുന്നുണ്ടാവുക, നിങ്ങളുടെ കാണുന്നുണ്ടാവുക. അവിടെ നിങ്ങൾ ഈ സാധനം ക്ലിക്ക് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ആവും. നമുക്ക് ഇതാവും എല്ലാവർക്കും കിട്ടുന്നതാവും. ഇനി സ്ക്വയർ ലോഗാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് എന്ന് വെച്ചാൽ ഈ സാധനം അൺഗ്രൂപ്പ് ചെയ്യണം. ഇവിടെ അൺഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഷോപ്പ് ഫോർ ലൈഫ് അടിയിക്ക് ടെക്സ്റ്റ് അടിയിക്ക് കൊണ്ടുവരിക, ഈ ഐക്കൺസ് കാര്യങ്ങൾ മൊത്തത്തിലുള്ള ഒന്നും കൂടി ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒരു പൊടിക്ക് ചെറുതാക്കുക, കാരണം ലോഗോ അത്ര വലുതാകുമ്പോൾ ടെക്സ്റ്റ് ഒന്ന് പൊടിക്ക് വലുതാക്കുകയും ചെയ്യാം. ഇനി ഈ രണ്ടും കൂടി വീണ്ടും അലൈൻ ചെയ്യുക. അലൈൻ എലമെൻറ്റ്സ് സെൻറ്റർ ആക്കിയിട്ട് അത് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അലൈൻ ടു പേജ് ചെയ്യുക, സെൻറ്റർ ചെയ്യുക, അലൈൻ ടു പേജ് ചെയ്യുക, മിഡിൽ ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഹൊറിസോണ്ടൽ വേർഷനും തന്നു, സ്ക്വയർ വേർഷനും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫേവ് ഐക്കണാണ്. അതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഐക്കൺ ഉപയോഗിക്കാം. ഈ ഒരു ഐക്കൺ നമുക്ക് നൈസ് ആയിട്ട് അപ്പോൾ എന്തുകൊണ്ട് കൂടി എന്താ ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് എന്താ വെച്ചാൽ ഈ ഷോപ്പ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഇത് അൺഗ്രൂപ്പ് ചെയ്തിട്ട് ഈ ഷോപ്പ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഐക്കൺ കിട്ടി, അത് വീണ്ടും ഗ്രൂപ്പ് ചെയ്തിട്ട് അത് മാക്സിമം വലുതാക്കുക. ഇതായിരിക്കും നമ്മുടെ ഫേവ് ഐക്കൺ. ഓക്കെ, ഇനി ഈ സാധനങ്ങൾ മൂന്നെണ്ണം ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ. ഓരോ എലമെൻറ്റ്സ് കഴിഞ്ഞാൽ അവിടെ കളർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ആവശ്യമായ ഇഷ്ടംപോലെ തരത്തിലുള്ള കളേഴ്സ് ഗ്രേഡിയൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇതിനെക്കുറിച്ചൊരു പക്ക കോഴ്സ് വേണമെങ്കിൽ, ക്യാൻവനെ കുറിച്ച് പക്ക കോഴ്സ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ, ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടൊരു കോഴ്സ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഈ ഒരു ലോഗോ സ്റ്റൈലിലെ ബ്ലൂ ആൻഡ് വൈറ്റിഷ് ലെവൽ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാധനം അല്ല ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ എങ്ങനെ ലോഗോ ഡിസൈൻ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞു. ഞാൻ ആൾറെഡി ഒരു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റീസെൻറ്റ് സാധനം ഞാൻ കാണിച്ചു തരാം. ഞാൻ ആൾറെഡി ഒരു ലോഗോ കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലോഗോ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. കണ്ടോ, ഫേവ് ഐക്കൺ എന്ന് പറഞ്ഞ ഒരു സാധനം എടുത്തിട്ടുണ്ട്. ലോഗോ നമ്മുടെ സ്ക്വയർ വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലോഗോ, അതേപോലെ ഈ ഒരു എന്താ പറയുക ഹൊറിസോണ്ടൽ വേർഷനായിട്ട് ഈ ലോഗോയും. ഇതിൻ്റെ കളറിൽ ചെറിയൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ കളർ ഞാൻ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒരു പൊടിക്ക് വേണ്ട, അത് വേണ്ട, ഇതന്നെ മതി. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ലോഗോ. ഞാൻ ഇതാ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്താ ചെയ്യുന്നത്, ഇത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കാം. എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫ്രീ വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ വൈറ്റോടെ കൂടിയായിരിക്കും PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടാവുക. ട്രാൻസ്പെറൻറ്റ് ഇമേജ് കിട്ടില്ല. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ എന്ന് പറഞ്ഞിട്ട് കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്, വെബ്സൈറ്റ്സ് ഉണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞില്ല. ഈ remove.bg ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണ്. ഈ സാധനം എടുക്കുക. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ വേർഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഫ്രീ വേർഷൻ അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ക്യാൻവാസിനുള്ളിൽ ഉണ്ട്. എന്താ ചെയ്യുന്നത്, ഷെയർ ക്ലിക്ക് ചെയ്യാം. ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ JPG ആണോ ഏത് ഫോർമാറ്റിലാണ് വേണമെന്നുള്ളത്. JPG ഉണ്ട്, PNG ഉണ്ട്, PDF ഉണ്ട്, പ്രിൻറ്റ് PDF ഉണ്ട്, SVG ഉണ്ട്. ഈ SVG പറയുന്ന സാധനം കിട്ടണമെങ്കിൽ ഇത് SVG കിട്ടിയത് നന്നാണ്, വെബ്സൈറ്റൊക്കെ ഇടുമ്പോൾ സുഖമാണ്. SVG എന്ന് പറഞ്ഞ സാധനം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം വേർഷൻ വേണം. അപ്പോൾ നമുക്ക് വേണ്ടത് PNG മതി. PNG ഇപ്പോഴത്തേക്ക് ഉപദേശിച്ചാൽ മതി. എന്നിട്ട് സൈസ് നമുക്ക് അഡ്ജസ്റ്റ്, നിങ്ങൾക്ക് പ്രീ ബിൽറ്റ് സൈസ് ആയിരിക്കും. പ്രീമിയം വേർഷനിലാണ് ഈ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. സോ അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് 2 കൊടുക്കുക, അല്ലെങ്കിൽ 100 കിട്ടിയാലും 500x500 ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവിടെ കണ്ടോ, ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സാധനം ഈ പ്രീമിയം വേർഷന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എനിക്കത് അവൈലബിൾ ആണ്, അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അല്ലാത്തവർ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സാധനം മൊത്തത്തിൽ എക്സ്പോർട്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇത് കണ്ടോ, ഈ ഓരോരോ പേജായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒറ്റ പേജ് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒക്കപ്പാടായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ ഒക്കപ്പാടായിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സാധനം ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫയലിലേക്ക് വരും.
ഞാൻ ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഇതിൽ കാണില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാൻ പോകാമെന്നാണ്. ഒരു മിനിറ്റ്. ലോഗോ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഈ സാധനം ഇടുകയാണ്. ഇനി ഈ സാധനം ഓപ്പൺ ആക്കിയിട്ട് ഞാൻ അൺസിപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് JPG വേർഷനാണ്. ഇതിലിപ്പോൾ PNG വേർഷൻ ആണെങ്കിൽ കൂടി ഒരു വൈറ്റ് വെച്ചിട്ടുള്ളൊരു PNG വേർഷനാണ്, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വരുന്ന തരത്തിലൊരു PNG വേർഷൻ. ഇനി നിങ്ങൾക്ക് ഇനി വൈറ്റ് കളഞ്ഞിട്ട് ഈ ഒരു സാധനം മാത്രം കിട്ടാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ എന്താ പറയുക, remove.bgക്ക് വരിക, ഇവിടെ അപ്ലോഡ് അമർത്തുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു സാധനം ഉണ്ട്, അപ്പോൾ ഡൗൺലോഡ്സ് ചെയ്ത് വെച്ചൊരു സാധനം ഉണ്ട്, അതിൽ കണ്ടോ ഷോപ്പ് ലൈഫിൻ്റെ സാധനം ഉണ്ട്. അതോ ഈ ഒരു സാധനം എടുക്കുക, അല്ലെങ്കിൽ ഈ സാധനം എടുക്കുക, അപ്ലോഡ് ചെയ്യാം. ഈ സാധനം ചെയ്യും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് സാധനം മാത്രം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് എന്ന് വെച്ചാൽ ഇതും നമുക്ക് പ്രീമിയം വേണ്ടി ഫ്രീ വേർഷൻ തന്നെ മതി. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അതിൻ്റെ ഒരു PNG വേർഷൻ സാധനം കിട്ടിക്കുകയാണ്. അതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തൊരു PNG വേർഷൻ അവിടെ കിട്ടും. അങ്ങനെ ഓരോ ഇമേജസും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PNG വേർഷൻസ് കിട്ടി. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് സെറ്റായി. നമുക്ക് ലോഗോ കിട്ടി. ഇതിൽ ഏതൊക്കെയെല്ലാം ഒന്നിനും ഞാൻ പറഞ്ഞുതരാം. ലോഗോ ഇതായിരിക്കും നമ്മുടെ ഫേവ് ഐക്കൺ, ഇതായിരിക്കും നമ്മുടെ സ്ക്വയർ ലോഗോ, അതായത് സോഷ്യൽ മീഡിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പോകുന്ന ലോഗോ, ഇതായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ ഇടാൻ പോകുന്ന ലോഗോ. അപ്പോൾ നമ്മുടെ ലോഗോ കാര്യങ്ങളൊക്കെ സെറ്റ്. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് വെബ്സൈറ്റിൽ പോയിട്ട് തീം ഇൻസ്റ്റാളിങ്ങും തീമിക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക ബ്രാൻഡിങ് കാര്യങ്ങൾ ചെയ്ത് ഹോം പേജ് മാത്രം നമുക്കൊന്ന് ഡിസൈൻ ചെയ്തിട്ട് പോവാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1, 2, 3 പ്രൊഡക്ട്സ് ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്, ഷോപ്പിഫൈ സ്റ്റോറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകണം, ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റോപ്പോസ ക്ലൗഡ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് കണക്ട് ഇൻസ്റ്റാൾ ആവാൻ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ കറക്റ്റ് കമ്മിറ്റ് ആവണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ആയിട്ട് കയറ്റണം, വെബ്സൈറ്റിൽ കയറ്റണം, അതായത് നമ്മുടെ സ്റ്റോറിക്ക് കയറ്റണം. ആ പ്രൊഡക്ട്സ് ജസ്റ്റ് ഏതെങ്കിലും പ്രൊഡക്ട്സ് ഇപ്പോൾ ജസ്റ്റ് ഇതിന് വേണ്ടി ഞാൻ കയറ്റുന്നുള്ളൂ, ഇതായിരിക്കും ഞാൻ സെല്ലിംഗ് പ്രൊഡക്റ്റ്, ഞാനത് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പ്രൊഡക്റ്റ് പേജ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഞാനൊരു പ്രൊഡക്ട്സ് കാണിച്ചു തരും. അതായിരിക്കും നമ്മുടെ മെയിൻ പ്രൊഡക്ട്സ് കാര്യങ്ങൾ. ഇപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു തീം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ആപ്സ് പറഞ്ഞ സെക്ഷനില്ല, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളിവിടെ സെർച്ചിൽ തന്നെ ആപ്സ് പറഞ്ഞ സെക്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ റോപ്പോസോ ക്ലൗഡ് എന്ന് അടിച്ചു കൊടുക്കുക. റോപ്പോസോ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അടുത്ത പേജ് ഓപ്പൺ ആവും. ആ പേജിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം, കേട്ടോ. ഇതാണ് റോപ്പോസോ ക്ലൗഡിൻ്റെ ഷോപ്പിഫൈ ആപ്പ്. ഇതിൽ പോയിട്ട് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ സ്റ്റോറിക്ക് വരും. പക്ഷേ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടി അതിൻ്റെ ഒപ്പം ആഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. നമ്മളതെന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ഇൻസ്റ്റാൾ എന്ന് അമർത്തി കഴിഞ്ഞാൽ ആ ആപ്പ് ഇൻസ്റ്റാളായി. അപ്പോൾ നമ്മളോട് ഒരു ഓപ്ഷൻ ചോദിക്കും, നമ്മുടെ ആൾറെഡി ഇപ്പോൾ നമ്മൾ ഞാൻ ആൾറെഡി റോപ്പോസിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്നോട് ആ ഒരു നമ്പറുള്ള അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യണമെന്ന് കറക്റ്റ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കിവിടെ ആൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്കത് കറക്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ റോപ്പോസ് അക്കൗണ്ടിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്തൊക്കെ നോക്കുക. അപ്പോൾ ഞാനിത് ലിങ്ക് ചെയ്യാമെന്നുള്ള സജഷൻ ചോദിക്കുകയാണ്. അപ്പോൾ ലിങ്ക് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഷോപ്പിഫൈ സ്റ്റോറിന് ഒരു പേര് കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റോർ. ഇത് നമ്മൾ ഡിഫാൾട്ട് സ്റ്റോറാക്കി വെക്കാൻ എപ്പോഴും ഉദ്ദേശിക്കണം. കാരണം ആക്റ്റീവായ സ്റ്റോർ ഏതാണോ അതാണ് എപ്പോഴും ഡിഫാൾട്ട് സ്റ്റോർ ആയിരിക്കുന്നത്. എന്നിട്ട് സബ്മിറ്റ് അമർത്തുക. അപ്പോൾ നമ്മുടെ സ്റ്റോർ റെഡി ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് പേജ് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു 4 പ്രൊഡക്റ്റ് മതി നമ്മുടെ ഹോം പേജ് കാര്യങ്ങളൊക്കെ. 5 പ്രൊഡക്റ്റ് വേണ്ട, 5 പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാമെന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് നല്ല 5 പ്രൊഡക്ട്സ് ഞാൻ ആഡ് ചെയ്യാൻ പോകും കേട്ടോ. ജസ്റ്റ് ആഡ് ചെയ്യാണ്. ഇതിൽ വലിയ റിസർച്ച് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു ടെക്നോളജിക്കും പോകുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഈ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് അടുത്ത ടാബിൽ. ഈ പ്രൊഡക്റ്റ് ഞാൻ കുറേ വിറ്റതാണ്. ഈ പ്രൊഡക്റ്റ് ഞാൻ അടുത്തേക്ക് ഓപ്പൺ ആക്കട്ടെ. 2 പ്രൊഡക്റ്റായി, 3 പ്രൊഡക്റ്റായി, 4 പ്രൊഡക്റ്റ്. ഇതൊന്നും വേണ്ട. 3 പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു 2 പ്രൊഡക്റ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്റ്റോർ ക്രിയേഷനിലേക്ക് പോകണം. അപ്പോൾ ഓക്കെ, ഈ ഒരു സാധനം കണ്ടോട്ടെ. 4 പ്രൊഡക്റ്റായി. നേരത്തെ കണ്ട ഏതെങ്കിലും ഒരു സാധനം കൂടി എടുക്കാം. ഓക്കെ, 5 പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വെച്ചാൽ ഒന്നും ചെയ്യണില്ല, ഈ പുഷ് ടു ഷോപ്പിഫൈ അമർത്തുക. ഇപ്പോൾ ഇതിന് 542 പറഞ്ഞു, ഞാനത് വിൽക്കാൻ പോകുന്ന ഒരു 899 അത് ക്ലിക്ക് ചെയ്യുക. പുഷ് ടു ഷോപ്പിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ കണ്ടോ, ഈ സ്റ്റോർ ഏതാണെന്നും കൂടി നോക്കണ്ടോ. നമ്മുടെ സ്റ്റോർ ആണെന്ന് ഉറപ്പ് വരുത്തണം പുഷ് ചെയ്യണതിന് മുന്നേ. വേറെ നിങ്ങൾ കുറേ സ്റ്റാർ റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോറിലേക്കൊക്കെ പോകാൻ ചാൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഫോൾട്ട് ആക്കാൻ. ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന സാധനം അതായിരിക്കും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിക്ക് നമ്മുടെ സ്റ്റോറിക്ക് പോയിരുന്നു. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ പോയി നോക്കുകയാണെന്ന് വെച്ചാൽ പ്രൊഡക്ട്സ് പോയി കഴിഞ്ഞാൽ ആ പ്രൊഡക്ട്സ് അവിടെ കിടക്കണതാണ് കേട്ടോ. ആ പ്രൊഡക്റ്റ് ഇവിടെ ആൾറെഡി വന്നു കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇനി അടുത്ത പ്രൊഡക്റ്റ് അതേപോലെ നമ്മൾ ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ കാണിച്ചിട്ട് ഞാൻ ജസ്റ്റ് വേഗം ഒന്നും പറയാതെ തന്നെ ആഡ് ചെയ്യണം. 1 അടുത്ത പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പോണ്. സെയിം പോലെ തന്നെ ഒരു 799 വെച്ചിട്ട്
ഇതൊക്കെ ഞാൻ കുറേ ഓടിച്ചിട്ട് സെയിലാക്കിയ കുറച്ച് പ്രൊഡക്ട്സാണ്. അത്യാവശ്യം നല്ല നമ്മൾ റവന്യൂ ഉണ്ടാക്കി തന്ന പ്രൊഡക്ട്സുകളിലൊന്നാണ്. ഇപ്പോൾ ഭയങ്കര സാച്ചുറേറ്റഡ് ആണ് ഈ സാധനങ്ങളൊക്കെ. ഇവിടെ നമുക്കൊരു 799 ആക്കാം. റാൻഡം ഒരു ബഡ്ജറ്റാണ്. ഞാൻ ഒരു റിസർച്ചും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഇപ്പോൾ 441 ആയതുകൊണ്ട് ഒരു 799 വെക്കാം. അപ്പോൾ നമ്മൾ 5 പ്രൊഡക്റ്റ് നമ്മളെ സ്റ്റോറിക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 പ്രൊഡക്റ്റ് നമുക്ക് വെബ്സൈറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോപ്പിഫൈ തീം സെറ്റപ്പ് ചെയ്യലാണ്. അല്ലെങ്കിൽ പോലെ തന്നെ ബ്രാൻഡിങ് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യൽ, ലോഗോ കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള സെറ്റപ്പിങ് കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോകേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞ സെക്ഷൻ. ഈ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഫസ്റ്റ് നമ്മൾ കാണുന്ന സാധനങ്ങളുടെ തീംസ് പറഞ്ഞ സെക്ഷൻ. ഈ തീം വെച്ചിട്ടാണ് ഷോപ്പിഫൈയിലെ വെബ്സൈറ്റ് മൊത്തം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആൾറെഡി ഡിഫോൾട്ടായിട്ട് ഡോൺ എന്ന് പറഞ്ഞൊരു തീം ഷോപ്പിഫൈ നമുക്ക് തരും. ഈ തീം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാട്ടോ. ഈ തീമൊക്കെ ഏറ്റവും നല്ല രസമുള്ള ഫ്രീ തീമുകളിലൊന്നാണ് ബെസ്റ്റ്. അത് കൂടാതെ കുറേ പ്രീമിയം പോപ്പുലർ ആയിട്ടുള്ള ഫ്രീ തീംസ് ഷോപ്പിഫൈ ഇവിടെ സജഷൻ തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡോൺ, അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം വന്നിരിക്കുന്നത്. പിന്നെ സ്പോട്ട് ലൈറ്റ് ഉണ്ട്, പിന്നെ ക്രാഫ്റ്റ് ഉണ്ട്, സെൻസ് ഉണ്ട്, റിഫ്രഷ്. ഈ സെൻസും റിഫ്രഷും ഡോണൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന തീംസ് കാര്യങ്ങളാണ്. ഇതൊക്കെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതിന് കൂടുതൽ അറിയണമെങ്കിൽ വിസിറ്റ് തീം സ്റ്റോർ അടിച്ചു കഴിഞ്ഞാൽ കുറേ തീംസ് അവൈലബിൾ, പെയ്ഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വേർഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ മാത്രം മതിയെങ്കിൽ ഫ്രീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരു 13 തീംസ് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ടുള്ളത്. അത് ഏത് തീമും വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് ആൾറെഡി ഒരു തീം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ തീമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെ അതിൽ തരണമെന്നുണ്ടെങ്കിൽ അതിൽ തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം. കാരണം ഈ ഒരു സ്റ്റോർ, ഈ ഒരു ചാനൽ വലുതാവണമെങ്കിൽ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണതിൻ്റെ എന്തെങ്കിലും ഒരു സഹായം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല, നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ചെയ്താൽ മതി. എന്തായാലും ഞാൻ അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഞാനായിട്ട് സെറ്റപ്പ് ചെയ്തത് ഇതേപോലെ തീം സെറ്റപ്പ് ചെയ്തിട്ട് റെഡിയാക്കിയ എൻ്റെ സ്വന്തം തീമുണ്ട്. അതായിരിക്കും ഞാൻ മിക്കവാറും ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതല്ലെങ്കിൽ, അതായത് ഞാൻ തന്ന ഈ തീമോ അല്ല, ഈ ഫ്രീ തീമോ അല്ലെങ്കിൽ വേറെ നല്ലൊരു തീം വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഡിബ്യൂട്ടിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ്. ഈ dibbeautify.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ. പെയ്ഡുണ്ട്. ഫ്രീ വേർഷനിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും കിട്ടും നമുക്ക്. പെയ്ഡിക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കുറച്ച് ആൾക്കാരെ എണ്ണം കൂട്ടും. അതേപോലെ തന്നെ കുറേ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ പോപ്പപ്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ടൈമർ കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ ചെറിയ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്, എക്സ്ട്രാ ഫീച്ചേഴ്സ്, AI കാര്യങ്ങളൊക്കെ. ആ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ക്യാഷ് മന്ത്ലി അല്ലെങ്കിൽ ആനുവലി കൊടുക്കേണ്ടി വരും. ആ ഒരു സാധനമാണ് ഇതിവിടെ. അതാണ് ഞാൻ ഇവിടെ കറക്റ്റ് പ്രൈസിങ് പ്ലാനിക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫ്രീ പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് മൊത്തത്തിൽ ഞാൻ ഡിബ്യൂട്ടിഫൈ കവർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതിനെ ബേസിൽ വേറൊരു വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെ ബേസിൽ ഒരു വീഡിയോ കൂടി ഉണ്ടാക്കാം. അപ്പോൾ ക്യാൻവ വേണമെങ്കിൽ ക്യാൻവയെ കുറിച്ചും ഡിബ്യൂട്ടിഫൈ വേണമെങ്കിൽ ഡിബ്യൂട്ടിഫൈയും വേണ്ടിയുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തീമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റോറിക്ക് തിരിച്ച് വരികയാണ്. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ പുതിയൊരു തീം ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു തീം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന നോക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിലൊരു ഇമ്പോർട്ട് തീം എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ഇമ്പോർട്ട് തീം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ഒരു സിപ്പ് ഫയൽ എന്നുണ്ട്. അപ്പോൾ സിപ്പ് ഫയലായിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. 50 MB ആണ് ഇതിൻ്റെ മാക്സിമം സൈസ്. ഒരു സിപ്പ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് മീൻസ് ആഡ് ചെയ്യാൻ പറ്റുന്ന 50 MB വരെയുള്ള സൈസുള്ള സിപ്പ് ഫയൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആൾറെഡി ഡൗൺലോഡ് സെറ്റാക്കി വെച്ചിട്ടുള്ള തീം ഉണ്ട്. ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോയിട്ട് മൈ തീംസ് എന്ന സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഇമ്പോർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ഒരു തീമായിരിക്കും ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അപ്ലോഡ് ഫയൽ അടിച്ച് കഴിഞ്ഞാൽ ആ തീം ഒരു 2 to 3 മിനിറ്റ് ആ തീം ഇൻസ്റ്റാൾ ആകും. ഈ തീം കാര്യങ്ങൾ കുറേ കസ്റ്റമൈസ് ചെയ്യാണ്ട് ഞാനത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ സെറ്റാക്കിയിട്ടാവും ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തരാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ കളർ കോഡൊക്കെ ഞാൻ എൻ്റെ പഴയ തീമിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സെറ്റപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായ കളർ കോഡ് കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റാണ്ട് അത് എക്സ്റ്റേണലായി ഞാൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതിൽ പറഞ്ഞിരുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു കേസിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യണ വരെ നമുക്ക് ആ ഒരു ടൈമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ തീം റെഡി ആയിട്ടുണ്ട്. തീം നമ്മൾ ഇതിലേക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പോകണം. ഇനി നമ്മൾ ചെയ്യാൻ പോകണം ഇതിൽ 3 ബട്ടൺ കാണാം. ഇവിടെ നമ്മൾ അതിൻ്റെ തീമിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനോ റീനെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ. പിന്നെ ഇവിടെ പബ്ലിഷ് ഉണ്ട്. പബ്ലിഷ് ചെയ്താൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റ് ഈ ഒരു ഡോണ് മാറിയിട്ട് അവിടെ നമ്മുടെ തീം വരും. ആ തീമായിരിക്കും നമ്മുടെ മെയിൻ തീം എന്ന് പറഞ്ഞിട്ട് ആക്കുക. അപ്പോൾ ആ പബ്ലിഷ് അമർത്തിയാലേ അത് ആവുള്ളൂ. കസ്റ്റമൈസ് പറഞ്ഞ ഓപ്ഷനാണ്. അവിടെയാണ് നമ്മൾ ഫുൾ എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ കസ്റ്റമൈസ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെനു വരാൻ വേണ്ടി ഈ ഒരു മെനുവിലായിരിക്കും നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓവർ ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് സിമ്പിളായിട്ട് ഇത് എന്തൊക്കെ ഈ ഒരു പേജിൽ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് കൂടുതലായിട്ട് നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. കാരണം
അവനവൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് തെറ്റ് പറ്റുമ്പോഴാണ് അവനവൻ പഠിക്കുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് അതേപടി പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കില്ല. നിങ്ങളായിട്ട് പോയിട്ട് ഓരോ സെക്ഷനും ഓപ്പൺ ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ തന്നെ ഈ ടീമിൽ 1, 2, 3 കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ ഒരു ടീം മൊത്തം സെറ്റപ്പ് ആണ് നിങ്ങൾ തന്നെ പോയിട്ട് സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങളൊരു ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലും പോയി നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ സ്റ്റോറിൽ മാറ്റം വരുന്നുണ്ടോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഡിസൈൻ ചെയ്യണ പോലെ അല്ലെങ്കിൽ ഒരു ടൈപ്പ് എഴുതണ പോലെ എഴുതി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇല്ല, അതുപോലെയാണ് ഈ സാധനം. അതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് നമുക്ക് തന്നെ ഒരു ഫോൺ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പഠിക്കണത്, ഫോൺ ഉപയോഗിച്ച് തെറ്റ് പറ്റും, ചിലത് ഡിലീറ്റ് ആയി പോകും, ചിലത് ഇൻസ്റ്റാൾ ആയി പോകും. ഒന്നും കുഴപ്പമില്ല. നമുക്ക് തീം ആൾറെഡി ഉണ്ട്, വീണ്ടും തീം ഡിലീറ്റ് ചെയ്യുക, തീം ഇൻസ്റ്റാൾ ചെയ്യുക, വീണ്ടും നമ്മൾ അത് ആദ്യം ചെയ്യുക. അപ്പോൾ ടൈം നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതോടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. അതിന് വേറൊരാളുടെ ഹെൽപ്പ് വേണം, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ബേസിക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അത് ബേസിക് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിരിക്കും. അതിനപ്പുറം ഒന്നും ഞാൻ പറഞ്ഞു തരില്ല, കാരണം അത് നിങ്ങൾക്ക് ആരും ചെയ്യാവുന്നതാണ്. ഇനി അത്രയ്ക്ക് ഹെവി ആയിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് വേറൊരു സെക്ഷൻ തന്നെ ഉണ്ടാക്കാം, നിങ്ങളെ അത്രയ്ക്ക് ഹെൽപ്പ് വേണമെങ്കിൽ മാത്രം. പക്ഷേ അപ്പോൾ നമുക്കിവിടെ എൻ്റെ പഴയ തീമിൻ്റെ ഒരു കളർ തീം കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കളർ തീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കൂടുതൽ ഈ ഒരു കളർ തീമിൽ ചെയ്തിട്ട് എനിക്ക് വെബ്സൈറ്റിൽ കുറേ സെയിൽസ് വന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കളർ തീം എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പഴയ തീമിൻ്റെ, അതുകൊണ്ടാണ് ഈ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ സ്റ്റോറിൽ എന്തൊക്കെ, ഇതാണ് നമ്മുടെ എഡിറ്റിംഗ്, തീം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ ഒന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞതാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കും കൂടുതൽ നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് വെബ്സൈറ്റിലെ ഓരോ എലമെൻറ്റ്സും എഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഒരു പ്രിവ്യൂ, വെബ്സൈറ്റിൻ്റെ ഒരു പ്രിവ്യൂ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഓരോ സെക്ഷൻ, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ ഓരോ സെക്ഷൻ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ലെയർ പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും. അവിടെ തന്നെ രണ്ടാമത് പറയുന്നത് തീം സെറ്റിങ്സ്. ഇതിലാണ് നമ്മൾ തീമിൻ്റെ ലോഗോയും കാര്യങ്ങളും, കളേഴ്സ് കാര്യങ്ങളും, ടൈപ്പോഗ്രഫി കാര്യങ്ങളും, ലേഔട്ട് കാര്യങ്ങളും, അനിമേഷൻസ് കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു തീം സെറ്റിങ്സിലായിരിക്കും. പിന്നുള്ളത് ആപ്പ് എംബഡർ ആണ്. എക്സ്റ്റേണൽ ആയിട്ട് വേറെ ഏതെങ്കിലും ആപ്പ് ഈ തീമിക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തീമിൽ ഉപയോഗിച്ചിട്ട് എൻ്റെ കുറേ ആപ്സിനെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് സെറ്റപ്പ് ആക്കാം. അതേപോലെ കുറേ എന്താ പറയുക സിമ്പിൾസ് കാര്യങ്ങളൊക്കെ, സിമ്പിൾസ് കാര്യങ്ങൾ, അനിമേഷൻസ് കാര്യങ്ങളൊക്കെ വേറെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്പ് എംബഡേഴ്സ് എന്ന സെക്ഷൻ. പിന്നുള്ളത് ഇവിടെ ഇത് നമ്മുടെ തീമിൻ്റെ പേരായിരിക്കും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തീം പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും, കോഡ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. നമ്മൾ അതുപോലെ ഡോക്യുമെൻറ്റേഷൻ, ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊന്നും നമുക്ക് ആവശ്യം മെയിനായിട്ട് ആവശ്യം വരിക പ്രിവ്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. പിന്നെ വരാൻ പോകുന്ന സെക്ഷൻ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഏത് പേജാണ് ഈ ഒരു സെക്ഷനിൽ കാണേണ്ടതെന്ന് സെലക്ട് ചെയ്യാനുള്ളതാണ്. ഹോം പേജ് ആണെങ്കിൽ ഹോം പേജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോം പേജ് സെലക്ട് ചെയ്താൽ ഹോം പേജ് വരും. ഇനി പ്രൊഡക്റ്റ് പേജ് ഇപ്പോൾ ഏതെങ്കിലും ചൂസ് ചെയ്യാന്ന് വെച്ചാൽ ആണോ പ്രൊഡക്റ്റ് പേജ് ഇവിടെ സെറ്റ് ആയിട്ട് വരും. ഈ പ്രൊഡക്റ്റ് പേജ് നമുക്ക് എഡിറ്റ് ചെയ്യാം. അങ്ങനത്തെ ലെവലിലാണ് സെറ്റപ്പ് ഇതിനെ. അതേപോലെ തന്നെ കളക്ഷൻസ്, അങ്ങനെ ഓരോ സെക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. പിന്നുള്ളത് ഇവിടെ ഒരു AI അസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഈ സാധനം ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പോയിട്ട് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെക്ഷൻ മനസ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ എവിടെ എഡിറ്റ് ചെയ്യേണ്ട അവിടെ കറക്റ്റ് പോയിന്റ് ആവും. അതാണ് അതിൻ്റെ ഗുണം പറയുന്നത്. പിന്നെ പറയുന്നത് 3 സെക്ഷൻസ് ആണ്. മൊബൈൽ വേർഷനായിട്ട് കാണാൻ പറ്റും, PC വേർഷനായിട്ട് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ വേർഷനായിട്ട് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ വേഷം. നിങ്ങൾ പബ്ലിഷ് ചെയ്യുക, അവിടെ സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ ഓരോ എഡിറ്റ് കഴിയുമ്പോൾ സേവ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടമായി, നിങ്ങൾ ചെയ്ത എഡിറ്റ് നഷ്ടമായി പോകും. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകണം, നമ്മുടെ ലോഗോ ഫസ്റ്റ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. അതിന് വേണ്ടി നമ്മൾ പോകേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു തീം സെറ്റിങ്സിൽ പോവുക. തീം സെറ്റിങ്സ് പോയിട്ട് ഇവിടെ ലോഗോ എന്ന് പറഞ്ഞൊരു സബ്സെക്ഷൻ കാണാം. ആ ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മുടെ ലോഗോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ലോഗോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ഇമേജസ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഇമേജസ് എന്ന ഓപ്ഷൻ വരും. നമ്മളിപ്പോൾ ആൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലോഗോ, അതൊന്നും അതൊന്നും എടുക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ ആൾറെഡി ലോഗോ കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ലോഗോ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. കണ്ടോ, ലോഗോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. കണ്ടോ, ഇവിടെ ടിക്ക് മാർക്ക് എടുക്കാനുള്ളതാണ്. അവിടെ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഫയൽ അപ്ലോഡ് എന്ന് എഴുതി കാട്ടും കഴിഞ്ഞു. ഡൺ അമർത്തി കഴിഞ്ഞാൽ കണ്ടോ എത്ര സിമ്പിളാണ് നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്യാൻ. ചെറിയൊരു കാര്യം കൂടി ഇവിടെ ചെയ്യേണ്ടത്, ലോഗോ അപ്ലോഡ് ചെയ്യും. പക്ഷേ ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാച്ചാണ്, കളറൊക്കെ മാറ്റാണ്ട്. പക്ഷേ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ കളറൊക്കെ നമുക്ക് മാറ്റാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ മുകളിലൊരു ഗ്യാപ്പ് താഴെ ഗ്യാപ്പ് ഉണ്ടോ എന്ന് ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ചിലത് കുറച്ച് എന്താ പറയുക ഇങ്ങനെ ആവും. ചില സമയത്ത് ലോഗോ ഭയങ്കര ചെറുതായിരിക്കും. നോക്കിക്കോട്ടോ, ഞാൻ ബാക്ക് അടിച്ച് കുറച്ചപ്പോൾ എന്താണ്ടായിരുന്നു നോക്കിക്കോട്ടോ. കേട്ടോ, ലോഗോ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡെസ്ക്ടോപ്പ് ലോഗോ വിടുത്ത് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് എന്താ പറയുക ഒരു 180, 100 ആ റേഞ്ചിലാക്കി നിങ്ങൾ വലുതാക്കി നോക്കുമ്പോൾ ഈ ലോഗോ ഇങ്ങനെ. ഇപ്പം ഞാൻ 190 വെച്ചിട്ട് അല്ലെങ്കിൽ 180 വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് ആ ഒരു ലോഗോനനുസരിച്ച് വരും. പിന്നെ രണ്ടാമത് നോക്കേണ്ട ഈ ഒരു സ്പേസിങ് ഉണ്ടാവും. ഈ മുകളിൽ ഈ സാധനം ചിലപ്പോൾ ഈ ഒരു വര ഉണ്ടല്ലോ, ഈ വര ഇതിൻ്റെ അകത്ത് തട്ടിച്ചിട്ടുണ്ടാവും. അതേപോലെ അടുത്ത ടാബിൻ്റെ വര, അടുത്ത സെക്ഷൻ്റെ വര ഇതുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക നമ്മൾ ആദ്യം പറഞ്ഞ സെക്ഷൻ ഭാഗത്തേക്ക് പോവുക. സെക്ഷൻ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഈ എന്താ പറയുക ഈ
ഈ ഒരു സെക്ഷനെ പറയുന്നത് ഹെഡർ എന്നാണ്. ഈ ഹെഡർ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹെഡർ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാബ് ഇവിടെ ഒരു സെക്ഷൻ ഓപ്പൺ ആകും. ഇവിടെ അതിൽ നോക്കേണ്ടത് സെക്ഷൻ പാഡിംഗ് എന്ന് പറഞ്ഞ സാധനം. ഈ സെക്ഷൻ പാഡിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേസ് ഞാൻ ഇപ്പോൾ കാണിച്ച എക്സാമ്പിൾ ഇത് 0 കഴിഞ്ഞാലുള്ള അവസ്ഥ നോക്കട്ടോ. കണ്ടോ, ലോഗോ തമ്മിൽ ഗ്യാപ്പില്ല, ഭയങ്കര മുട്ടി നിൽക്കുന്നില്ലേ. ഇങ്ങനത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വരാം. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്ന സെക്ഷനാണ് പറയുന്നത്. ഈ നമ്മൾ പറഞ്ഞ പോലെ സെക്ഷൻസിലേക്ക് പോവുക, ഈ ഹെഡറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹെഡറിൻ്റെ ഒരു ടാബ് ഓപ്പൺ ആവും. ഹെഡർ ടാബിൽ സെക്ഷൻ പാഡിംഗ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോവുക. ഇത് എപ്പോഴും ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് കൂട്ടാൻ നോക്കുക. ഞാനിപ്പോൾ 20 അടുത്തേലും ഒരു 20 വെച്ചാണ്. 4ന്റെ മൾട്ടിപ്പിൾ വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ റീസൺ കുറേ ഉണ്ട്. നമ്മൾ UAE ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 40 അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾസ് എപ്പോഴും ഒരു പാഡിങ്സ് കാര്യങ്ങളൊക്കെ നമ്പർ വാല്യൂസ് കൊടുക്കുമ്പോൾ 4ന്റെ മൾട്ടിപ്പിൾസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ അവിടെ 20 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പേസിങ് വന്നിട്ടുണ്ട്. 20 അല്ല കേട്ടോ, 20 കൊടുത്തിട്ടുണ്ട്. 20 ബിസ്ക്കറ്റ് ഉണ്ട്, 20 ക്രിക്കറ്റ് ഉണ്ട്, എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അത് വിട്. 50 അല്ലേ, 20 അല്ല. ഓക്കെ, 20 ബിസ്ക്കറ്റ് ഉണ്ട്. യെസ്. അപ്പോൾ ഷോപ്പ് ഫോർ ലൈഫിൻ്റെ നമ്മുടെ ലോഗോ കാര്യങ്ങളില്ല. പക്ഷേ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു മാച്ചിങ് ഇല്ല അല്ലേ, നമ്മളതുമായിട്ട് ഒരു കറക്റ്റ് ആണ്. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ കളറിൻ്റെ മാറ്റം വരുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൽ എന്ത് വെച്ചാൽ വീണ്ടും തീം സെറ്റിങ്സിലേക്ക് വരിക. അവിടെ ഈ ലോഗോൻ്റെ സാധനമില്ല, ആ സാധനം ഹൈഡ് ചെയ്യാം. എന്നിട്ട് വരിക വെച്ചാൽ അതിന് മുമ്പ് ഒരു സാധനം കൂടി പറയണ്ടേ, ഈ ലോഗോൻ്റെ സാധനം മൊബൈലിൽ എങ്ങനെയാണെന്ന് കൂടി നോക്കണ്ടേ. അപ്പോൾ മൊബൈൽ വേർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ വേർഷനിൽ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചിലപ്പോൾ സെറ്റ് ആവില്ല. അപ്പോൾ സെറ്റ് ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഈ ഞാൻ തന്ന സീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വട്ടം ലോഗോ അപ്ലോഡ് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യാൻ മതി. DBeautifyയിലും അതേപോലെ ബാക്കിയുള്ള ചില തീമുകളിൽ എന്താ വെച്ചാൽ മൊബൈലിന് വേറെ മാനേജ് ചെയ്യേണ്ടി വരും, വെബ്സൈറ്റിന് എന്താ പറയുക വെബിന് വേറെ മീൻസ് ഡെസ്ക്ടോപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒറ്റ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയിലേക്കൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ആവുന്നതാണ് എൻ്റെ തീമിൻ്റെ പ്രത്യേകത. മറ്റേ കേസിലൊക്കെ ചില കേസുകളിലൊക്കെ എന്താ വെച്ചിട്ട് 2 എണ്ണം വേറെ ആയിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ ചില തീമുകൾക്ക് വരും. അതൊന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ കളറാണ് പറയാൻ പോകുന്നത്. നമ്മൾ വീണ്ടും ഡെസ്ക്ടോപ്പിലേക്ക് പോകണം. കളേഴ്സ് എന്ന് പറഞ്ഞാൽ ലോഗോന് താഴെ തന്നെ കളേഴ്സ് എന്ന സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ കുറേ സ്കീമുണ്ട്. ഈ 3 സ്കീം ഇപ്പോൾ നോക്കിയാൽ മതി. അതും ബേസിക്കാണ് ഈ തീം മൊത്തം ബിൽഡ് തന്നെ. അപ്പോൾ ഈ സ്കീം 1ന്റെ പ്രശ്നം കൊണ്ടാണ് ഈ മഞ്ഞ മൊത്തം കണ്ടില്ല. ഇവിടെ മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ടെക്സ്റ്റ് ബ്ലാക്ക് ആണ്, അതിൽ വരുന്ന ബട്ടൺ യെല്ലോ ആണ്, അല്ല നീലയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു തീമിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്താ പറയുക യെല്ലോ, ടെക്സ്റ്റ് ബ്ലാക്ക്, അതേപോലെ തന്നെ ബട്ടൺ ബ്ലൂ. ഇവിടെ നോക്കിക്കോ, ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ, ടെക്സ്റ്റ് വൈറ്റ്, ബട്ടൺ യെല്ലോ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, ടെക്സ്റ്റ് ബ്ലൂ, ബട്ടൺ യെല്ലോ. ഇങ്ങനത്തെ കാര്യം നോക്കിയാൽ ഈ ഒരു സാധനമാണ് കറക്റ്റ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു കളർ തീം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറ് ക്യാൻവയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതേ സെക്ഷനിൽ പോയിട്ട് നമുക്ക് കളർ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷോപ്പിഫൈ, നമ്മൾ ഷോപ്പ് ഫോർ ലൈഫിൻ്റെ വെബ്സൈറ്റ് ലോഗോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു കളർ തീം കിട്ടും. ഇത് ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കളർ തീം കിട്ടും. ആ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഇതിൻ്റെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആ 2-3 കളേഴ്സ് നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷനിൽ കണ്ടോ, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലോഗോയിൽ മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 കളേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഈ ഒരു കളറിൻ്റെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഡ് കിട്ടും. ഈ 3 എണ്ണത്തിൻ്റെ കോഡ് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ ഷോപ്പിഫൈൻ്റെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് ഇവിടെ കണ്ടോ ഈ ഒരു സാധനത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളർ പേസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കാണാം. ഈ ഓരോ സെക്ഷനിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യാമെന്നാണ്. അപ്പം ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ വേണം. യെല്ലോ ഞാൻ ആൾറെഡി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. യെല്ലോ ആണ്, എനിക്ക് വൈറ്റ് മതി. കണ്ടോ ഇപ്പം എന്ത് ഭംഗിയിട്ട് നോക്ക്. ആ വൈറ്റാണ് വൈറ്റ് അല്ല ഒരു ഗ്രേഷ് കളർ വന്നപ്പോൾ തന്നെ ആ ലോഗോൻ്റെ ഭംഗി എന്താണെന്ന് തോന്നുന്നു. മറ്റേ യെല്ലോ ആയിരുന്നപ്പോൾ ലോഗോ എടുത്ത് കാണില്ല. അപ്പോൾ അങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ട ആവശ്യം. ഞാനത് മാറ്റി ബാക്ക്ഗ്രൗണ്ട് മാറ്റി. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ പ്രൊഡക്റ്റ് എത്ര ഭംഗി. ഇപ്പോൾ കുറച്ചുകൂടി പിന്നെ ഈ ഒരു തീമിൻ്റെ ഹോം പേജിലുള്ള സാധനങ്ങൾ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. ഞാൻ ഇവിടെ അതിലേക്ക് കടക്കണതിന് മുമ്പ് ഇതും കൂടി സെറ്റപ്പ് ചെയ്ത് തരുവാം. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ബട്ടൺ കാര്യങ്ങളൊക്കെ യെല്ലോ, ഇതൊക്കെ സെയിം തന്നെ. ആക്റ്റീവ് യെല്ലോയ്ക്ക് ഇതൊക്കെ ഏകദേശം ഇത് മതി. അപ്പോൾ ഈ ലെവലിൽ തന്നെ കണ്ടോ. ഇനി ഞാൻ ഈ തീമിൻ്റെ പ്രത്യേകത, ഞാൻ എൻ്റെ ടീമിലേക്ക് വരാൻ പോകുന്ന ഹോം പേജിൽ വരാൻ പോകുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരാം. നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോം സെക്ഷൻ ഉണ്ടായിരിക്കും, ഹെഡർ സെക്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങളുടെ ഹോം ഉണ്ടായിരിക്കും, പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കാറ്റലോഗ്, ഇതിന് ഏത് പേര് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ കോൺടാക്ട് സെക്ഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ആഡ് ടു കാർട്ടിൻ്റെ സെക്ഷൻ ഉണ്ടാവും. ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് ബാർ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും വെബ്സൈറ്റ് ബേസിലുള്ള അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ലോഗോ കൊടുക്കുന്ന പ്ലേസിൻ്റെ സ്ഥലം. പിന്നെ ഇവിടെ ഒരു സ്ലൈഡർ ആയിരിക്കും. ഇവിടെ 2 ഇമേജിൻ്റെ സ്ലൈഡർ ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടും നിങ്ങൾ ഇമേജ് ആഡ് ചെയ്താൽ 2 ഇമേജ് ആഡ് ചെയ്താൽ സ്വൈപ്പായിട്ട് എല്ലാം ഒരു ചെറിയ അനിമേഷനോടെ പ്ലേസ് ചെയ്യും. ഇവിടെ നമുക്ക് നമ്മുടെ ഷോപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുക്കാം. അത് ഷോപ്പ് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പ്രൊഡക്ട്സ് പേജിലേക്ക് പോകും. പിന്നെ ട്രെൻഡിങ് ആയ 4 പ്രൊഡക്ട്സ് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഒരു സബ്സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു
വേവി എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് അണ്ടറിൽ നമ്മൾ മെയിൻ ഫീച്ചേർഡ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് മാത്രം സെല് ചെയ്യാൻ ഒരു പിക്ചർ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് സെല് ചെയ്യാൻ വെബ്സൈറ്റിലേക്ക് വരുന്നവർക്ക് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫീച്ചറായിട്ട് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു അനിമേഷൻ വീഡിയോ പോലെ കൊടുത്തിട്ടുണ്ട്. ഈ സെക്ഷൻ നിങ്ങൾ തൊടാതിരിക്കാൻ മാക്സിമം നോക്കുക. കാരണം ഇത് ഞാനൊരു കോഡ് ഉപയോഗിച്ച് സെറ്റപ്പ് ചെയ്താണ്. ഇത് എനിക്ക് കിട്ടിയൊരു കോഡ് വെച്ച് ഞാൻ സെറ്റപ്പ് ചെയ്താണ്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീഡിയോ കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നും തൊടാതിരിക്കുക. ഈ ഒരു സെക്ഷനും അതേപോലെ ലിമിറ്റഡ് ടൈമിൻ്റെ സെക്ഷനും കൂടി നിങ്ങൾ മാക്സിമം തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക, തൊടാതിരിക്കാൻ നോക്കുക. ഈ ഒരു സെക്ഷൻ എപ്പോൾ തൊട്ടാലും ചിലപ്പോൾ ഈ ഒരു കറങ്ങലും കാര്യങ്ങളൊക്കെ മാറും പ്രശ്നം ചിലപ്പോൾ. അപ്പോൾ പിന്നെ നിങ്ങൾ ആദ്യം ഒരു വേറെ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിനെ കുറിച്ച് എന്താ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. ഇവിടെ അതേപോലെ തന്നെ നിങ്ങളുടെ സർവീസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കുക. അവിടെ ഞാൻ ഡെലിവറിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മെയിൻ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു ബ്രാൻഡിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഫ്രീ ഷിപ്പിംഗ് ആണ്, ബെസ്റ്റ് പ്രൈസ്. അപ്പോൾ ജസ്റ്റ് എൻ്റെ ബേസിക് സെറ്റപ്പ് ഇതാണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്, ബെസ്റ്റ് പ്രൈസ് ആണ്, ഹാസിൽ ഫ്രീ എക്സ്ചേഞ്ച് ആണ്, റേറ്റഡ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ്. ഇവിടെ പിന്നെ അവിടെ സബ്സ്ക്രൈബ് ചെയ്ത് ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്യണമൊക്കെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് കൊടുക്കണമെന്ന് പറയണോ. എന്നിട്ട് ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ ആൾക്കാരെ കിട്ടാൻ. പിന്നെ അതിൻ്റെ ഫൂട്ടർ, ഈ ഫൂട്ടറിനുള്ള ലോഗോ കാര്യങ്ങളും ക്വിക്ക് ലിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ കളർ മാറ്റിയപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് സെറ്റായി. ഇനി നമ്മൾ നേരെ കിടക്കാൻ പോകുന്നത് ഇമേജ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യലും പ്രൊഡക്ട്സ് കാര്യങ്ങൾ ആഡ് ചെയ്യലേക്കും പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരെ വീണ്ടും സെക്ഷൻസ് പറഞ്ഞ ടാബിലേക്ക് വരാം. സെക്ഷൻസ് പറയുമ്പോൾ ഇവിടെ ഇതുകൊണ്ട് ഓരോ സെക്ഷനും ഇവിടെ അറേഞ്ച് ചെയ്ത് കാണാം. ഇവിടെ കാണുന്ന അനൗൺസ്മെൻറ്റ് ബാർ ആണ് ഈ സെക്ഷൻ. ആ അനൗൺസ്മെൻറ്റ് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, നിൽക്കാൻ ഒരു മിനിറ്റ്. അനൗൺസ്മെൻറ്റ് ബാറിൽ ഓരോണ്ടോ ഇത് എത്രയും അനൗൺസ്മെൻറ്റ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വൈപ്പ് ഇത് ഓരോന്ന് ആഡ് ചെയ്യുന്നതനുസരിച്ച് ആ സാധനം ഓരോ മിനിറ്റിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അനൗൺസ്മെൻറ്റ് ടൈപ്പ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫ്രീ ഷിപ്പിംഗ് കാര്യങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ 50% ഓഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിൽ കൊടുക്കാൻ പറ്റും അനൗൺസ്മെൻറ്റ്. അപ്പോൾ വെബ്സൈറ്റ് വരുന്നവർക്ക് ഈ സാധനം ഡയറക്റ്റ് കാണാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇനി അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇമേജ് ബാനറിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് നല്ലൊരു ഇമേജ് വരണം, നല്ലൊരു വെബ്സൈറ്റ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമേജ് ബാനർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകുമ്പോൾ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഇമേജ് സെക്കൻഡ് ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഞാനിവിടെ ഒരു ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആൾറെഡി നിങ്ങൾക്ക് ഇമേജ് കിട്ടണമെങ്കിൽ ഷട്ടർ സ്റ്റോക്ക് ഉപയോഗിക്കാം, ഫ്രീപിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ വെബ്സൈറ്റ്സ് വേണമെങ്കിൽ unsplash.com ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ആ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇമേജസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഇതിൻ്റെ കുറേ ഇമേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ. നല്ല വലിയ സുഖമില്ലാത്ത ഇമേജസ് ആണ്. കുറച്ചും കൂടി നിങ്ങൾക്ക് വെബ്സൈറ്റ് കൺവേർട്ടിങ് ആവണമെങ്കിൽ നിങ്ങൾ നല്ലൊരു ഇമേജ് കണ്ടുപിടിക്കുക വേണം. ഷോപ്പിങ്ങുമായിട്ട് ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം കണ്ടുപിടിച്ചതുകൊണ്ട് ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അതിലേക്ക് എനിക്ക് കയറ്റാൻ പോകണം. ഞാൻ ആൾറെഡി സെറ്റപ്പ് ചെയ്ത് വെച്ചൊരു സാധനം ഉണ്ട്. അപ്പോൾ ആ സാധനത്തേക്ക് ഈ സാധനം ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. ഒരു ഫാമിലി ഷോപ്പ് ചെയ്യണ തരത്തിലുള്ള ഒരു ഇമേജാണ് ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും എൻ്റെ മെയിൻ ഹോം കവർ. ആ ഹോം കവർ ഞാൻ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അത് അപ്ലോഡായി ഡൗൺലോഡ് കേട്ടോ. ഇപ്പം കേട്ടോ ഇനി ഇമേജ് ജസ്റ്റ് കേട്ടോ ഒരു ചെറിയ അനിമേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആൾറെഡി കൊടുത്തൊക്കെ നിങ്ങൾ ചെയ്ത് ഈ വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടീം ഇൻസ്റ്റാൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾറെഡി കിട്ടുന്നത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അനിമേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കണ്ടോ ആംബിയൻ മൂവ്മെൻറ്റ് ഉണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഫിക്സ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സൂമിൻ എന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്തിട്ട് സൂമിനാവും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇമേജ് കൊടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഇമേജ് മാത്രമേ കൊടുക്കുള്ളൂ, കാരണം ജസ്റ്റ് ഇപ്പോൾ ഹോം പേജ് സെറ്റപ്പിൻ്റെ കാര്യത്തിലുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പേജിൻ്റെ എന്താ പറയുക നമ്മുടെ മെയിൻ സെക്ഷൻ കടന്നു, നമ്മുടെ എന്താ പറയുക ഹെഡർ സെക്ഷൻ കഴിഞ്ഞു, നമ്മുടെ സ്ലൈഡർ സെക്ഷൻ, ഇമേജ് ബാനർ സെക്ഷനും കഴിഞ്ഞു. ഇനി നമ്മളിവിടെ വേണ്ടത് ട്രെൻഡിങ് റൈറ്റ് നൗ എന്ന് പറഞ്ഞ സെക്ഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് കാണണം. നമ്മുടെ കൈ വെബ്സൈറ്റിൽ അതിനാണ് നമ്മൾ നേരത്തെ 5 പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്തത്. അപ്പോൾ 5 പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ വെച്ചാൽ ഫീച്ചേർഡ് കളക്ഷൻ എന്ന് പറഞ്ഞ ടാബിൽ ആ ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കളക്ഷൻ നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യണം. നമ്മൾ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക. റീപ്ലേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ കളക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ക്രിയേറ്റ് എ കളക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലേക്ക് പോകും. ആ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ പുതിയ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ട്രെൻഡി കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് സെറ്റാക്കാം. ഒരു വെറുതെ ഒരു നെയിം കൊടുക്കുകയാണ് വെച്ചോ. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ പ്രൊഡക്ട്സ് ഇല്ലേ, അവിടെ ബ്രൗസിൽ ക്ലിക്കിട്ട് ഒരു 4 പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. 1 2 3 4 പ്രൊഡക്ട്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. 4 പ്രൊഡക്ട്സ് മതി, കാരണം ഇപ്പോൾ ആൾറെഡി നമ്മൾ സെറ്റാണ്. എന്നിട്ട് സേവ് അടിക്കാം. ജസ്റ്റ് സേവ് അടിക്കാം. നിങ്ങൾ അതിനാണ് പ്രൊഡക്ട്സ് ഏതൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഇതിന് ബേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കളക്ഷൻ വേറെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരേ ടൈപ്പ് പ്രൊഡക്ട്സ് സെല് ചെയ്യണമെങ്കിൽ, അതായത് ബേബി ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ്, അല്ലെങ്കിൽ ബേബി കളക്ഷൻ എന്നൊരു സെലക്ട് കളക്ഷൻ ആക്കാം, അല്ലെങ്കിൽ ബ്യൂട്ടി കളക്ഷൻ ഉണ്ട്, ബ്യൂട്ടീന് ബേസ്ഡ് പ്രൊഡക്ട്സ് ആക്കണം. അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ജസ്റ്റ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ കളക്ഷൻ സെറ്റായി. ഇനി വീണ്ടും നമ്മുടെ സ്റ്റോർ തീമിലേക്ക് വരിക. എന്നിട്ട് അതൊന്നും കൂടി ക്ലോസ് ചെയ്തിട്ട് വീണ്ടും കളക്ഷൻ ക്ലിക്ക് ചെയ്യുക, റീപ്ലേസ് അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ ഇതൊന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട്. ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണക്റ്റ് ആവുള്ളൂ. കാരണം നമ്മളിപ്പുറത്ത് വേറൊരു ടാബിൽ ഓപ്പണായി എഡിറ്റ് ചെയ്തല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നുകൂടി റിഫ്രഷ് ചെയ്തിട്ട് വീണ്ടും പോയിട്ട് കണ്ടോ കളക്ഷൻ പറഞ്ഞപ്പോൾ സെലക്ഷൻ സെക്ഷനിൽ പോവുക, റീപ്ലേസ് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ട്രെൻഡി കളക്ഷൻ അവിടെ കാണാൻ പറ്റും. നോക്കോ, നെറ്റ് കുറച്ച് സ്ലോ ആണോ എന്ന് സംശയമുണ്ട്. കണ്ടോ, ട്രെൻഡി കളക്ഷൻ വന്നു. അതാണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ആഡ് ചെയ്ത 4 പ്രൊഡക്റ്റും കൂടെ വന്നില്ലേ, എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞു. പക്ഷേ ഇവിടെ വേറൊരു സെക്ഷനും കൂടി. ഇവിടെ എനിക്ക് ഈ കളറ് വീണ്ടും നമ്മളെ മറ്റേ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് സേവ് ചെയ്യണം കണ്ടോ. ഇപ്പം കണ്ടോ, ലോഗോ പോയി, നമ്മുടെ കളർ തീം പോയി, ഇതൊക്കെ പോയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും സേവ് ചെയ്തില്ലെങ്കിൽ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇതൊക്കെ പോവും. അപ്പം നമ്മൾ ഒന്നും കൂടി പഴയ പോലെ വീണ്ടും ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ പഴയ പോലെ ഒന്നുകൂടി ലോഗോ ആഡ് ചെയ്തിട്ട് പിന്നെയും വരാം കേട്ടോ. ഇതാണ് ഞാൻ സേവ് ചെയ്യണം എന്ന് പറയണത്. ഞാൻ തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടോ തെറ്റ് വരുന്നുണ്ട്. ഞാൻ ലോഗോ ആഡ് ചെയ്യാൻ പോണേ. എന്ത് എഡിറ്റ് ചെയ്താലും അപ്പത്തപ്പ സേവ് ചെയ്തു, അല്ലെങ്കിൽ സാധനം മിസ്സാവും. സേവ് ആയില്ലെങ്കിൽ എന്താ വെച്ചാൽ ബാക്കിക്ക് അടിച്ച് അല്ലെങ്കിൽ റിഫ്രഷ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ സാധനം കിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയണത്, നമ്മൾ വീണ്ടും ആദ്യം മുതൽ നിന്നൊക്കെ സെറ്റാക്കണം. ഞാൻ ഇപ്പോൾ കളറൊക്കെ മാറ്റിയതല്ലേ, അതൊക്കെ ഇനി ആദ്യം സെറ്റാക്കണം കേട്ടോ. ഇപ്പോൾ സെറ്റായില്ലേ? ഇപ്പോൾ സെറ്റായി. ഇനി വീണ്ടും സേവ് അടിക്കുക. സേവ് വരും, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ച് ചെറിയ ഹാങ് ഉണ്ടാവും. ഈ സാധനത്തിന് ചെറിയൊരു ഹാങ് ഉണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കാരണം അത്യാവശ്യം നല്ല ഒരു വെബ്സൈറ്റ് തന്നെയല്ലേ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ആ സെക്ഷൻ കഴിഞ്ഞു. പ്രൊഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ട്സ് ആഡ് ചെയ്തപ്പോൾ കണ്ടോ എന്ത് ഭംഗിയായിട്ട് നോക്ക് പ്രൊഡക്ട്സ് വന്നു. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് സെക്ഷനിൽ വേറൊരു ഗുണമുണ്ട്. ഈ ഫീച്ചർ കളക്ഷനിൽ പോയി കഴിഞ്ഞിട്ട് കണ്ടോ, ഇതിൻ്റെ എന്താ പറയുക, എത്ര കളക്ഷൻസ് ഒരു പേജിൽ കാണിക്കണം എന്ന് ചോദിക്കാം. ഇവിടെ 4 ആക്കാം 2 ആക്കാം എന്നൊക്കെ കാണിച്ചാൽ. ഡെസ്ക്ടോപ്പ് വേർഷനിൽ 3 കാണുന്നുണ്ട്. പിന്നെ ഫുൾ വിഡ്ത്ത് ആക്കണമെങ്കിൽ പ്രൊഡക്ട്സ് ഫുൾ വിഡ്ത്ത് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു സ്പേസിങ് ഇല്ലാതെ കിടക്കാം, അത് അത്ര ആവശ്യമില്ല. വ്യൂ ആൾന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. പിന്നെ സോളിഡ് ബട്ടൺ ആക്കണമെങ്കിൽ സോളിഡ് ബട്ടൺ ആക്കാം, ഔട്ട്ലൈൻ ബട്ടൺ ആക്കണമെങ്കിൽ ഔട്ട്ലൈൻ ബട്ടൺ ആക്കാം. അത് ഇതല്ല കേട്ടോ, വ്യൂ ആൾ എന്ന് പറഞ്ഞ സാധനത്തിനായിരിക്കും ആ ബട്ടൻ്റെ കളർ മാറ്റാനുള്ള സാധനമാണത്. പിന്നെ കളർ തീം മാറ്റാൻ വേണമെച്ചാൽ നിങ്ങൾക്ക് ഇമേജ് ഒരു സ്ക്വയർ ആക്കാം, അല്ലെങ്കിൽ അഡാപ്റ്റ് ഇമേജ് ആക്കാം. അത് ഇമേജിനെ അനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ വെച്ചാൽ സ്ക്വയർ തന്നെ ക്ലിക്ക് ചെയ്യാൻ നല്ലത്. ഇമേജിൻ്റെ ഷേപ്പ് ഇവിടെ ഞാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. രസം കണ്ടോ, ആർച്ച് ഉണ്ടോ, ഇവിടെ മാറണ കണ്ടു കേട്ടോ, ആർച്ചായി. അതേപോലെ തന്നെ ബോബ് ഉണ്ട്. ഇതാണ് എനിക്ക് ബെറ്റർ. ബ്ലോബ് എന്ന് പറഞ്ഞ സാധനം, ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. ഞാനത് ബ്ലോബ് ആക്കാൻ പോട്ടോ. കണ്ടോ ആ ഷേപ്പ് മാറണമൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷേപ്പ് മാറണമൊക്കെ ക്ലിക്ക് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ആ സാധനങ്ങൾ രസമുണ്ട്. ഞാനൊക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ സെറ്റാക്കി ഇഷ്ടപ്പെട്ട സാധനം. തീമെന്ന് കിട്ടിയാണ്. തീം ഞാൻ എഡിറ്റ് ചെയ്ത് സ്വന്തം തീമാക്കിയതാണ്. അതായത് ഞാനായിട്ട് കോഡ് ചെയ്ത് ഉണ്ടാക്കിയ തീമൊന്നുമല്ല. അത് എല്ലാവരും തീം നിങ്ങൾക്ക് കുറേ ലിങ്ക് വിടുന്ന കുറേ പഴയ ബേസിക്കായ ഫ്രീ തീമിൽ കുറേ സാധനങ്ങൾ ആഡ് ചെയ്ത് ഇങ്ങനെ പെയ്ഡ് തീം ആക്കണതാണ്. അപ്പോൾ ഞാനിത് ബ്ലോബ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ സാധനം സെലക്ട് ചെയ്ത് ഇവിടെ സെറ്റായി. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകും. ഇവിടെ സേവ് മറക്കരുത്. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു മെയിൻ ഒരു ഫീച്ചേർഡ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ചെയ്യും. അതിനാണ് ഞാൻ 5 പ്രൊഡക്റ്റ്, നേരത്തെ 4 പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാറ്റി വെച്ച അതിനാണ്. ഈ ഫീച്ചേർഡ് പ്രൊഡക്റ്റിൽ പോവുക. ഫീച്ചർ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് റീപ്ലേസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ സാധനം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. അത്ര ഭംഗിയായിട്ടാണ് വന്ന് നോക്ക്. പാക്ക് ഓഫ് 3, പാക്ക് ഓഫ് 1, പാക്ക് ഓഫ് 2 പറഞ്ഞോ. ആ ബട്ടണൊക്കെ നോക്കി ബൈനാന്ന് പറഞ്ഞിട്ട് എന്ന് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി സേവ് അമർത്തുന്നു. അപ്പോൾ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത ഈ ഭാഗം ഞാൻ തുടർന്നത് പറയണമെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ആ സെക്ഷൻ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ മനസ്സിലാവുന്നു. ഈ ഒരു വേവ് എന്ന് പറഞ്ഞ സെക്ഷൻ വേറെ ഒരു സെക്ഷൻ ഉണ്ട്. ഇതാണ് ഒരു വേവ്. ഈ വേവ് വേറെ സെക്ഷനാണ്. അപ്പോൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ വരണം. അതൊന്നും തൊടാൻ നിൽക്കണ്ട. പിന്നെ വരാളെന്ന് വെച്ചാൽ ഈ ഇമേജ് ബാനർ, പിന്നെ കസ്റ്റമില്ല. ഇതാണ് ഈ വീഡിയോ. ഈ കസ്റ്റം ക്ലിക്ക് ഏതോ ഷോപ്പിഫൈ എന്നൊരു വീഡിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിത് ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും എഡിറ്റ് വരുത്തി കഴിഞ്ഞാൽ ആ വീഡിയോ മിസ്സായി പോകും, കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ടൈമറും. പിന്നെ ഇതിൽ നിങ്ങൾ ഇതിക്കുള്ള കണ്ടൻസ്, വെബ്സൈറ്റിലുള്ള കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചാറ്റ് GPT വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചാറ്റ് GPTയിൽ പോവുക, 2 ടാബ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ടാബിൽ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോർ എക്സ്പേർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഇന്ന പേര് കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളാണ് വിൽക്കണത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ആവശ്യമായുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ചെറിയൊരു ക്യാപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ പറയുക. അത് ക്ലിക്ക് ചെയ്യുക. അത് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇതിൽ വേറൊരു AI കൂടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണ് വെച്ചാൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജനറേറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ആദ്യം ചെയ്യേണ്ടത് ഇത് മൊത്തം സെലക്ട് ചെയ്യുക. എന്നിട്ട് ജനറേറ്റ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കിട്ടും. റീഫ്രേസ് പറഞ്ഞാൽ ഇതേ കണ്ടന്റ് വേറെ തരത്തിൽ ഇംഗ്ലീഷ് ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട്
ടൈപ്പ് ചെയ്യാനാണ് റീഫ്രീസ്. എക്സ്റ്റെൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഭയങ്കര ഷോർട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വലിയ പാരഗ്രാഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റെൻഡ്. സിംപ്ലിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാരഗ്രാഫാണ് നിങ്ങളിപ്പോൾ ChatGPT കിട്ടിയ ഇതിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വെബ്സൈറ്റ് ചെറുതാക്കാനാണ് സിംപ്ലിഫൈ. ഇങ്ങനെ 3 ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ChatGPT ഇതുമായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്കുള്ള ക്യാപ്ഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുക. അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ChatGPT വേണം. ChatGPTയുടെ വേറെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ അതും ചോദിച്ചു, അതും ഞാൻ ചെയ്തുതരാം. അത് വേറെ ഈ ഒരു സെക്ഷനിൽ ഞാനത് പറഞ്ഞില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ലിങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്വസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത് പറയുമ്പോൾ ഇവിടെ നമ്മളൊരു ഇമേജ് ബാനർ സെറ്റപ്പ് ചെയ്യുന്ന ആ ഇമേജിക്ക് ബാനറുള്ള ഇമേജ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ മെയിനായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞത് ഡെലിവറിനെ കുറിച്ചാണ്. അപ്പോൾ ഡെലിവറി ബേസ്ഡ് ഒരു ഇമേജും കൂടിയും അതിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇമേജൊക്കെ ആദ്യം ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തപ്പി കണ്ടുപിടിക്കണം. ഞാൻ ഇവിടെ ഒരു ഡെലിവറി ബോയിൻ്റെ ഇമേജ് സെറ്റങ്ങൾ ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ ഇമേജ് സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അൺസ്പ്ലാഷ് പറഞ്ഞ പോലെ വേറെ കുറേ ഇമേജസ് ഉണ്ട്. ആ സൈറ്റൊക്കെ പോയിട്ട് നമുക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കോപ്പിറൈറ്റ് വരാതെ നോക്കണം കേട്ടോ. അവിടെയും ഞാൻ ചെറിയൊരു അനിമേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ ഇനി ആകെ ബാക്കിയുള്ളത് ഫൂട്ടർ സെറ്റാക്കുക. ഇതൊക്കെ ഞാൻ ആൾറെഡി സെറ്റാക്കിയ വെബ്സൈറ്റ് ആയതുകൊണ്ട് ഫൂട്ടറിൻ്റെ അടുത്തേക്ക് ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ വേറെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ വർക്ക് ആവുമെന്ന് എനിക്ക് സെറ്റാക്കണ്ടോ. ഇൻസ്റ്റാ ഫീഡ് പറഞ്ഞൊരു സെക്ഷൻ ഞാൻ ഇവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓൺ ആക്കാം. ഇൻസ്റ്റാ ഫീഡ് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ലിങ്ക് കൊടുത്താൽ മതി. ഈ ഗാലറി ഫോട്ടോയിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ URL കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേജിൽ ഇപ്പോൾ കുറേ വീഡിയോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാ ഫീഡിൽ നിങ്ങൾക്ക് കുറേ വീഡിയോസായിട്ട് ഹോം പേജിൽ തന്നെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് പറഞ്ഞത് നിങ്ങളായിട്ട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. എക്സ്പ്ലോർ ചെയ്താൽ ഓരോ സെക്ഷനും ഞാൻ കുറേ എണ്ണം ഓഫാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ബേസിക് ആയിട്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബ്യൂട്ടിഫൈ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഹൈഡാക്കി വെച്ചിട്ടുണ്ട്. കുറേ എണ്ണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല, കുറേ എണ്ണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇനി ഫൂട്ടർ സെക്ഷനിൽ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു കാര്യം എനിക്ക് ചെയ്യാനുള്ളൂ. ലോഗോ ഒന്നുകൂടി ഇവിടെ ലോഗോ കാര്യങ്ങൾ ആഡ് ചെയ്യാണ്. അവിടെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഈ ഫൂട്ടർ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡ് ഇൻഫർമേഷനും മെനുവും കാണും. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ആഡ് ബ്ലോക്ക് ഉണ്ട്. അതേപോലെ കണ്ടോ എല്ലാത്തിൻ്റെയും സെക്ഷനിൽ ഇടയിൽ ഒരു ഗ്യാപ്പ് പ്ലസ് പോയിന്റ് വരാൻ കാണാം. ഈ പ്ലസ് പോയിന്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് സാധനങ്ങളും ഇടയിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് ഫീച്ചർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ. ബ്ലോക്സ് ആയിട്ട് ഓരോന്ന് സാധനങ്ങളുണ്ട്. ആഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സെക്ഷൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ ഫീച്ചേർഡ് കളക്ഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത സെക്ഷൻ, ഫീച്ചേർഡ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത സെക്ഷൻ, ഒരു കളക്ഷൻ ബേസ് ഇപ്പോൾ ബേബി പ്രൊഡക്റ്റിൻ്റെ ഇമേജ് വെച്ചിട്ട് ബേബി കളക്ഷൻ, മറ്റേ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആമസോണിൽ കണ്ടില്ല കാറ്റഗറി സ്പേസ്, ആ കാറ്റഗറി സ്പേസ് ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമേജും ടെക്സ്റ്റും കൂടി കൂടിയിട്ടുള്ള ഓപ്ഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പ്രൊഡക്റ്റ് പേജിങ് ആവശ്യമുള്ളത്. ഇതും ഇമേജ് ബാനർ നമ്മൾ നേരത്തെ പോലെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സ്ലൈഡ് ഷോ നമ്മൾ ഹോം പേജിൻ്റെ ഫ്രണ്ട് ചെയ്തില്ല ആ സാധനം. കോളേജ് പറയുന്നത് എന്താ പറയുക, ഇമേജ് കുറേ 3 4 മിക്സ് ആയിട്ടുള്ളൊരു സംഭവം. പിന്നെ മൾട്ടി കോളം എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതൊക്കെ പ്രൊഡക്റ്റ് പേജിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. മൾട്ടി ഇതും പ്രൊഡക്റ്റ് പേജിക്ക് ഉപയോഗിക്കണം. ഒരു ഇമേജ് അതിനെക്കുറിച്ചുള്ള ക്യാപ്ഷൻ, അതിൻ്റെ ഫീച്ചറിൻ്റെ ക്യാപ്ഷൻ, അടുത്ത ഫീച്ചറിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കൊളാപ്സബിൾ കണ്ടന്റ്, ഓരോ ക്വസ്റ്റ്യൻസ് അതിന് ഉത്തരം ആൾക്കാർ ഫ്രീക്വൻ്റ്ലി ആസ്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊളാപ്സബിൾ കണ്ടന്റിന് ബേസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമെയിൽ സൈനപ്പ്, കോൺടാക്ട് ഫോം, ഇതൊക്കെ കോൺടാക്ട് പേജിക്ക് വരുന്ന വീഡിയോ ആണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ബ്ലോഗ് പോസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഈ കസ്റ്റം ലിക്വിഡ് പറഞ്ഞാൽ നല്ലൊരു ഉപകാരമാണ്. വേറെ കോഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെവലപ്പേഴ്സ് ആണെങ്കിൽ നല്ല കോഡ്സ് കിട്ടും. ഷോപ്പിഫൈൻ്റെ ഓരോരോ ആപ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ സിമ്പിൾസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ഫീച്ചേഴ്സ്, ആ സാധനങ്ങളിൽ കോഡ് കസ്റ്റം ലിക്വിഡ് പോയിട്ട് കോഡ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ മറ്റേ വീഡിയോ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യുന്നത്. അതേപോലെ പേജ് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ വേറെ ആഡ് ചെയ്ത സാധനങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് മെല്ലെ കാണാൻ പറ്റും പതിയെ. ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൂട്ടറിൽ നമ്മൾ അതേപോലെ ഇവിടെ ഒരു ആഡ് ബ്ലോക്ക്, ആഡ് സെക്ഷനുണ്ട്, ആഡ് ബ്ലോക്ക് പോവുക. ആഡ് ബ്ലോക്ക് പോയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇമേജ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ലോഗോ നേരത്തെ സെലക്ട് ചെയ്ത് അതേ ലോഗോ, പക്ഷേ ഇവിടെ ഇതിൻ്റെ വൈറ്റ് വേർഷൻ ആയിരിക്കും കുറച്ചും കൂടി ആഡ് ചെയ്യുന്നത്. അവിടെ ബ്ലൂ ആണല്ലോ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അവിടെ വൈറ്റ് വേർഷനെ കുറച്ചുണ്ട്. അതും ഞാൻ ആൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഏകദേശം ഹോം പേജ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രൊഡക്റ്റ് പേജ് ആവും സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ സെറ്റ് ആവണമെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പറയാം. ഇതിൻ്റെ കുറച്ചൊന്ന് വിടുത്ത കാര്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ പക്കയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് സേവ് അടിക്കട്ടെ കേട്ടോ. സേവ് അടിക്കാൻ ഞാൻ മറന്നുകൊണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കണ്ടോ. ലോഗോ കാര്യങ്ങൾ, അതേപോലെ തന്നെ ബാനർ കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ട്രെൻഡിങ് പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ ഒരു ഫീച്ചേർഡ് പ്രൊഡക്റ്റ് വെച്ചു, അതിൻ്റെ വേരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ചു അതിൽ. പിന്നെ അതിൻ്റെ ഒരു വീഡിയോ അനിമേഷൻ വെച്ചു. അതിൽ ലിമിറ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ ഹറി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു. നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ
എന്താ പറയുക ഒരു ഇമേജ് ഫീച്ചേഴ്സ് കാര്യം വെച്ചിട്ടുള്ള ഒരു ഇമേജ് പറഞ്ഞു, നമ്മുടെ മെയിൻ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു, നമ്മുടെ ഫൂട്ടറിൽ ലോഗോ കാര്യങ്ങൾ സെറ്റാക്കി കുറച്ച് ലോഗോ കുറയ്ക്കാം. ലോഗോ കൊടുത്തു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്വിക്ക് ലിങ്ക് ഇവിടെയൊക്കെ നമ്മൾ ആഡ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് സേവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പേജ് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ അപ്പോഴേക്ക് ഒരു വിന്നിങ് പ്രൊഡക്റ്റ് കാര്യങ്ങൾ 2-3 നമ്മൾ ഷോർട്ട് ലിസ്റ്റ് വെച്ചിട്ട് ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റ് പേജ് സെറ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി പ്രൊഡക്റ്റ് പേജ് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ വിലവേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഇങ്ങനത്തെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനലും വീഡിയോയും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.